ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിളും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് റിവൈസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് പുതിയ ടോപ്പിക്കിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ആറ്റത്തിനകത്ത് ഒരു സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററിന് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. അല്ലേ? ആ ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? ചില സർക്കുലർ പാത്തുകളുണ്ട്. ആ സർക്കുലർ പാത്തുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷെല്ലുകൾ. ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് കാണപ്പെടുന്ന സർക്കുലർ പാത്തുകളുണ്ട്. ആ സർക്കുലർ പാത്തുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷെല്ലുകൾ. ന്യൂക്ലിയസിന് തൊട്ടടുത്തുള്ള ഷെല്ല് നമുക്കറിയാം, ആദ്യത്തെ ഷെല്ലാണ്. ആ ഷെല്ല് കെ ഷെല്ലാണ്. കെ ഷെൽ അല്ലേ? ന്യൂക്ലിയസിന് തൊട്ടടുത്തുള്ള ഷെല്ല് കെ ഷെല്ലാണ്. രണ്ടാമത്തെ ഷെല്ല് എൽ ഷെല്ല്. പിന്നീട് വരുന്ന ഷെല്ല് നമുക്കറിയാം, മൂന്നാമത്തെ ഷെല്ല് എം ഷെല്ലാണ്. അപ്പോൾ ഈ ഷെല്ലുകൾക്കകത്ത് ഇലക്ട്രോണുകൾ എത്രയാണ് കാണപ്പെടുക എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. 2n² എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എത്ര ഇലക്ട്രോൺ ആണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കെ ഷെല്ലിനകത്ത് കെ ഷെല്ലിന്റെ സീരിയൽ നമ്പർ 1 ആയതുകൊണ്ട് 2n² എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ n-ന്റെ സ്ഥലത്ത് 1 അപ്ലൈ ചെയ്യണം. n = 1 അല്ലേ? സീരിയൽ നമ്പർ കെയുടെ സീരിയൽ നമ്പർ 1 ആണ്. സോ 2n² എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 2 × 1² = 2 ഇലക്ട്രോൺസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള എൽ ഷെല്ലിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ നമ്മൾ n എന്നുള്ള സ്ഥലത്ത് 2 ആണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ അപ്ലൈ ചെയ്യുന്നു 2n² = 2 × 2² that is 2 × 4 = 8 ഇലക്ട്രോൺസ്. ഇങ്ങനെ ഓരോ ഷെല്ലിലും നമുക്ക് എത്ര ഇലക്ട്രോൺ വരുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മൂന്നാമത്തെ ഷെൽ എം ഷെല്ലിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇവിടെ സീരിയൽ നമ്പർ 3 ആണ്. സ്വാഭാവികമായും ഇവിടെ n-ന്റെ സ്ഥലത്ത് നമ്മൾ 3 അപ്ലൈ ചെയ്യണം. 2 × 3² that is 2 × 9 = 18 ഇലക്ട്രോൺസ്. നാലാമത്തെ ഷെല്ല് നമുക്കറിയാം, സീരിയൽ നമ്പർ 4 ആണ്. n ഷെല്ലാണത്. n ഷെല്ലിലേക്ക് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം 2n² എന്നുള്ളത് എത്രയായി മാറും? 2 × 4² 4² എന്ന് പറയുന്നത് നമുക്കറിയാം 4 × 4 ആണ് കേട്ടോ. 4 × 4 എന്ന് പറയുമ്പോൾ 16 ആണ്. 16 × 2 = 32 ഇലക്ട്രോൺസ്. അപ്പോൾ ഈ 2n² എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ ഷെല്ലിനകത്തും എത്ര ഇലക്ട്രോണുകൾ കൊള്ളാം എന്ന് കണ്ടുപിടിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്, ഓരോ ഷെല്ലുകൾക്കകത്തും വീണ്ടും ചെറിയ സബ് എനർജി ലെവൽസ് ഉണ്ട്. ഷെല്ലുകൾക്കകത്ത് കാണപ്പെടുന്ന ആ സബ് എനർജി ലെവൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ് ഷെൽസ് അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഷെല്ലിന്റെ സീരിയൽ നമ്പർ അനുസരിച്ചാണ് ഓരോ ഷെല്ലിനകത്തുമുള്ള സബ് ഷെല്ലുകളുടെ എണ്ണം നമ്മൾ തീരുമാനിക്കുന്നത്. കെ എന്ന് പറയുന്ന ഷെല്ലിന്റെ സീരിയൽ നമ്പർ 1 ആയതുകൊണ്ട് അതിനകത്ത് ഒരു സബ് ഷെല്ലാണുള്ളത്. എസ് എന്ന് പറയുന്ന സബ് ഷെൽ മാത്രമാണ് കാണപ്പെടുക. ഏതിനകത്ത്? കെ ഷെല്ലിനകത്ത്. മനസ്സിലായില്ല? കെ ഷെല്ലിനകത്ത് ഏത് സബ് ഷെൽ മാത്രമാണ്? കെ ഷെല്ലിനകത്ത് എസ് സബ് ഷെൽ മാത്രമാണ്. രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള എൽ ഷെല്ലിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്കറിയാം, സീരിയൽ നമ്പർ 2 ആണ്. എൽ ഷെല്ലിന്റെ സീരിയൽ നമ്പർ എത്രയാണ്? എൽ ഷെല്ലിന്റെ സീരിയൽ നമ്പർ 2 ആയതുകൊണ്ട് അവിടെ നമ്മൾ 2 സബ് ഷെല്ലുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ദ നമ്പർ ഓഫ് സബ് ഷെൽസ് ഈസ് ഈക്വൽ ടു ദി സീരിയൽ നമ്പർ ഓഫ് ദി ഷെൽ. ഓക്കെ, കെ സീരിയൽ നമ്പർ 1 ആയതുകൊണ്ട് കെക്കകത്ത് ഒരു സബ് ഷെല്ല്. രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള എൽ ഷെല്ലിന് അകത്ത് 2 സബ് ഷെല്ലുകൾ പോസിബിൾ ആണ്. എസ് സബ് ഷെല്ലും അതുപോലെ തന്നെ പി സബ് ഷെല്ലും. മൂന്നാമത്തെ ഷെല്ലായിട്ടുള്ള എം ഷെല്ലിനകത്ത് 3 സബ് ഷെല്ലുകൾ പോസിബിൾ ആണ്. എസ്, പി, ഡി,
സബ് ഷെല്ലുകൾ. നാലാമത്തെ ഷെല്ലായിട്ടുള്ള എൻ ഷെല്ലിനകത്ത് 4 സബ് ഷെല്ലുകളാണ് പോസിബിൾ ആയിട്ട്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ സബ് ഷെല്ലുകളുടെ എണ്ണത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ആ കണ്ടീഷൻ, നിബന്ധന എന്ന് പറയുന്നത് സീരിയൽ നമ്പർ അല്ലെ. ഷെല്ലിന്റെ സീരിയൽ നമ്പർ എത്രയാണോ അത്രയും സബ് ഷെൽ. കെ ഷെല്ല് സീരിയൽ നമ്പർ 1 1 സബ് ഷെൽ. എൽ ഷെല്ല് സീരിയൽ നമ്പർ 2 2 സബ് ഷെൽ. എം ഷെല്ല് സീരിയൽ നമ്പർ 3 3 സബ് ഷെൽ. എൻ ഷെല്ല് സീരിയൽ നമ്പർ 4 4 സബ് ഷെൽ. പിന്നെ നമ്മൾ സൂചിപ്പിച്ചത് ഓരോ സബ് ഷെല്ലുകൾക്കകത്തും പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അല്ലേ. നമ്മൾ പറഞ്ഞു എസ് സബ് ഷെൽ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് 2 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പി സബ് ഷെൽ ആണെങ്കിൽ അതിനകത്ത് 6 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഡി സബ് ഷെല്ലിനകത്താണെങ്കിൽ 10 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. എഫ് സബ് ഷെൽ ആണെങ്കിൽ അതിനകത്ത് 14 ഇലക്ട്രോൺസ് വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ സബ് ഷെല്ലുകൾക്കകത്തും പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് നമ്മളിവിടെ പറയുന്നത്. എസ് സബ് ഷെല്ലിനകത്ത് 2 ഇലക്ട്രോണുകൾ, പി സബ് ഷെല്ലിനകത്ത് 6 ഇലക്ട്രോണുകൾ, ഡി സബ് ഷെല്ലിനകത്ത് 10 ഇലക്ട്രോണുകൾ, അതുപോലെ എഫ് സബ് ഷെല്ലിനകത്ത് 14 ഇലക്ട്രോൺസ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു ഷെല്ലുകൾക്കകത്ത് സബ് ഷെല്ലുകളുണ്ട്. ഈ സബ് ഷെല്ലുകൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്, സബ് ഷെല്ലുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം. അപ്പൊ ഈ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും ചെറിയ ഷെല്ലായിട്ടുള്ള കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. കെയുടെ സീരിയൽ നമ്പർ 1 ആയതുകൊണ്ട് കെക്കകത്തുള്ള സബ് ഷെൽ എസ് സബ് ഷെല്ലാണ്. അതിനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് 1s എന്ന സിമ്പൽ ഉപയോഗിച്ചിട്ട്. 1s എന്ന് നമ്മൾ കാണുക. ഇതിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാകേണ്ടത്? 1 എന്ന് പറയുന്നത് ഒന്നാമത്തെ ഷെല്ലായിട്ടുള്ള കെ ഷെല്ലാണ്. കെ ഷെല്ലിലെ എസ് സബ് ഷെൽ എന്നാണ് ഇതിന്റെ അർത്ഥം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് 1s? ഇറ്റ് ഈസ് ദ സബ് ഷെൽ, എസ് സബ് ഷെൽ സീൻ കെ ഷെൽ. ഓക്കെ, അപ്പൊ ഇത് കെ ഷെല്ലാണ്. ഇതുപോലെ നമുക്ക് എല്ലിലേക്ക് വരാം. എല്ല് നമുക്കറിയാം, എല്ലിന് സീരിയൽ നമ്പർ 2 ആണ്. എല്ലിനകത്ത് 2 സബ് ഷെല്ലുകൾ കാണാൻ കഴിയും എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് കഴിയും. ഏതൊക്കെയാണ് 2 സബ് ഷെല്ല്? എസും അതുപോലെ തന്നെ പിയും. അപ്പൊ എൽ ഷെല്ലിലെ പി ആയതുകൊണ്ട് നമ്മളിവിടെ 2 എന്ന സിമ്പൽ കൊടുക്കണം. ഇതിനർത്ഥം എന്താണ്? 2s എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള എൽ ഷെല്ലിലെ എസ് സബ് ഷെല്ലാണ്. രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള എൽ ഷെല്ലിലെ പി സബ് ഷെല്ലാണിത്. ഇതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, ഇതുപോലെ നമുക്ക് മൂന്നാമത്തെ സബ് ഷെല്ലുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. സീരിയൽ നമ്പർ 3 ആണ് എം സബ് ഷെല്ലിന്റെ. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? 3s 3p 3d. ഇത് കാണുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് മൂന്നാമത്തെ ഷെല്ലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എം ഷെല്ലിലെ എസ് സബ് ഷെൽ, എം ഷെല്ലിലെ പി സബ് ഷെൽ, എം ഷെല്ലിലെ ഡി സബ് ഷെൽ. നമുക്ക് നാലാമത്തെ ഷെല്ലിലേക്ക് കിടക്കാം, എൻ ഷെല്ല്. എൻ ഷെല്ലിലേക്ക് വരുമ്പോ നമുക്കറിയാം അതിന്റെ സീരിയൽ നമ്പർ 4 ആയതുകൊണ്ട് എല്ലാത്തിനും 4 വരും. എന്നിനകത്ത് 4 സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും. 4s 4p 4d അതുപോലെ 4f. ഇതാണ് നമ്മൾ ഓർത്തിരിക്കുന്ന കാര്യം. അപ്പൊ ഒരു നമ്പർ കണ്ടാൽ, ന്യൂമറിക്കൽ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് ഷെല്ലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ഷെല്ലിനകത്തുള്ള സബ് ഷെൽ. ഇത് ക്ലിയർ ആയില്ലേ? ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, ഓരോ ഷെല്ലിനകത്തും പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും ഓരോ സബ് ഷെല്ലുകൾക്കകത്തും പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും.
എസിനകത്ത് നമുക്കറിയാം 2 ഇലക്ട്രോൺ ആണ് അക്കോമഡേറ്റ് ചെയ്യുക. ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എസ് സബ്ഷെൽ? എനി സബ്ഷെൽ, വാട്ടെവർ ബി ദ എസ് സബ്ഷെൽ, 2 ഇലക്ട്രോൺസ് ക്യാൻ ബി അക്കോമഡേറ്റഡ് അല്ലെ. അപ്പൊ ഞാൻ എസിലൊക്കെ 2 ഇലക്ട്രോൺ ഫിൽ ചെയ്യാം. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാ എസിലും ഞാൻ 2 ഇലക്ട്രോൺ, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യണം 2. എല്ലാത്തിലും ഞാൻ 2 ഇലക്ട്രോൺസ് കൊടുത്തു. വാട്ട് ഈസ് ദ മീനിങ്? In any S subshell you can fill maximum 2 electrons. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ 1s2, what is the meaning? 1s2 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലായ K ഷെല്ലിലെ S സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ ഉണ്ട്. What is the meaning of 2s2? രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള L ഷെല്ലിലെ S സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണുകളുണ്ട് അല്ലെ. നമുക്കറിയാം എല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? എല്ലിൽ നമുക്കറിയാം പരമാവധി 8 ഇലക്ട്രോൺ ആണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ എല്ലിൽ വരുന്ന 8 ഇലക്ട്രോണില് 2 ഇലക്ട്രോൺ ഓൾറെഡി നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എത്ര എണ്ണം അക്കോമഡേറ്റ് ചെയ്യാം? ഇനി 6 എണ്ണം. അതാണ് ആ പിയിലേക്ക് വരിക, 2p6. വാട്ട് ഈസ് ദ മീനിങ്? രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള എൽ ഷെല്ലില് പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോണുകളുണ്ട്. ഇപ്പൊ നിങ്ങൾ കൂട്ടിക്കേ, 2 + 6 = 8. എല്ലിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമായിട്ടുണ്ട്. നമുക്ക് മൂന്നാമത്തെ ഷെല്ലിലേക്ക് വരാം, 3s2. എമ്മിൽ പരമാവധി എത്ര ഇലക്ട്രോണാണ് കൊള്ളുക? എമ്മിൽ പരമാവധി നമുക്കറിയാം 18 ഇലക്ട്രോണുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. 18 ഇലക്ട്രോണുകളാണ് എം ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ 2 എണ്ണം 3s നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി പിയിൽ നമുക്കറിയാം ഏത് പി ആണെങ്കിലും 6 ഇലക്ട്രോൺ ആണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. ഞാൻ 6 ഇലക്ട്രോൺ ഫിൽ ചെയ്ത് കഴിഞ്ഞു. 2 + 6 = 8. നമുക്കറിയാം ഡിയിൽ പരമാവധി 10 ഇലക്ട്രോൺ ആണ് കൊടുക്കുക. അപ്പൊ 2 + 6 = 10. 2 + 6 = 8. ഇനി 10 ഇലക്ട്രോൺ. സോ ഡിയിൽ 10 ഇലക്ട്രോൺ ഉണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 3s2 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഷെല്ലായിട്ടുള്ള എം ഷെല്ലില് എസ് സബ് ഷെല്ലാണ്. അതിനകത്ത് 2 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 3d10 എന്ന് പറഞ്ഞാൽ എം ഷെല്ലിലെ ഡി സബ് ഷെല്ലിൽ 10 ഇലക്ട്രോണുകൾ ഉണ്ട്. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇതുപോലെ നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാം. ഇവിടെ 2 ഇലക്ട്രോൺ ആയി. 4p എത്ര ഉള്ളൂ? 6. 2 × 6 8. ഡിയിൽ 10, 2, 6, 8, 10, 18. എഫിൽ പരമാവധി എത്ര ഇലക്ട്രോൺ ആണ്? 14 ഇലക്ട്രോൺ. അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. ഇതിനെ വിളിക്കുന്ന പേരാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം, ഇലക്ട്രോൺ വിന്യാസം. മനസ്സിലായി? അപ്പൊ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇങ്ങനെയാണ് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യേണ്ടത്. പരമാവധി ഇത്രയും ഇലക്ട്രോണുകൾ ഓരോന്നിനകത്തും നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇനി നമ്മൾ ഓരോ ആറ്റത്തിനകത്തും ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ പോവുക. എങ്ങനെയാണ് ഓരോ ആറ്റത്തിനകത്തും ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്, ഷെല്ലുകൾക്കകത്ത് സബ് ഷെല്ലുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു പ്രിൻസിപ്പിൾ ആണ്. ആ പ്രിൻസിപ്പിളിന്റെ പേരാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ. നിങ്ങൾക്ക് ഈ വർഷം വിശദമായിട്ടൊന്നും പഠിക്കാനില്ല. ഓഫ് ബോ പ്രിൻസിപ്പിളിലെ ജസ്റ്റ് ഫണ്ടമെന്റൽസ് മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ ഫണ്ടമെന്റൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്നാണ് ആ പ്രിൻസിപ്പിളിന്റെ പേര്. ഓഫ് ബോ തത്വം. ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ഒരു ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകൾ നമ്മൾ സജ്ജീകരിക്കുന്നത് എനർജി കൂടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ എ ആറ്റം ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജി ലെവൽസ്. എനർജി കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇലക്ട്രോണുകളെ സജ്ജീകരിക്കുന്നു. അതായത് അതുപ്രകാരം നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഓർഡർ ആണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. കാണുക, 1s നിങ്ങൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് 2sലാണ്. 2s ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് 2pയിലാണ്. 2p ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് 3sലാണ്. 3s നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിയുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് 3pയിലേക്ക് വരാം. സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുക 3p കഴിഞ്ഞാൽ 3d ആണ്.
എന്നാൽ 3D അല്ല. 3P കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് 4S ആണ്. അതെന്തുകൊണ്ടാണ് ഞാൻ വളരെ വിശദമായി പറഞ്ഞുതരാം. 4S കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 3Dയിലേക്ക് പോകുന്നു. ദെൻ 4P. നിങ്ങൾക്ക് പരമാവധി ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതിൽ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾക്ക് മാക്സിമം ഒരു 4S 4P വരെ വരും. ഞാനിത് വിശദമായി പറഞ്ഞുതരാം. ഈ പറഞ്ഞതിന്റെ അർത്ഥം 1S എനർജി കൂടുതൽ 2Sനാണ്. സ്വാഭാവികമാണ്, കാരണം K ഷെല്ലിൽ വരുന്ന 1S ഇലക്ട്രോണിനേക്കാളും എനർജി 2S വരുന്ന ഇലക്ട്രോണിന് വരും. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? 3P കഴിഞ്ഞിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് 3S ഫില്ല് ചെയ്തത്? 3P എനർജി കൂടുതലാണ്, ഊർജം കൂടുതലാണ് 4Sനെങ്കിലും 4Sന്റെ ഊർജം എനർജി 3D കുറവാണ്. So it is very clear the energy of 3D is greater than 4S. മനസ്സിലായോ? 3Dയുടെ എനർജി ഊർജം ആരെക്കാളും കൂടുതലാണ്? 4Sനേക്കാളും കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇതൊന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. 1S 2S 2P 3S 3P 4S 4P കൂടെ ഉൾപ്പെടുത്തുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഊർജം ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ അതിന് 1-2 അപ്ലിക്കേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാവും. ഈ പ്രിൻസിപ്പിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഫ് പ്രിൻസിപ്പിൾ. അപ്പൊ ഓഫ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? എനർജി ലെവൽസ്, എനർജി കൂടുന്നതിനനുസരിച്ച് വേണം ഇലക്ട്രോണുകൾ അറേഞ്ച് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? സോ ദിസ് ഇസ് ദ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി ലെവൽ. ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. 1Sനേക്കാൾ എനർജി കൂടുതൽ 2Sന്, അതിനേക്കാൾ കൂടുതൽ 2Pക്ക്, അതിനേക്കാൾ കൂടുതൽ 3Sന്, അതിനേക്കാൾ കൂടുതൽ 3Pക്ക്, ദെൻ 4Sനേക്കാളും എനർജി കൂടുതലാണ്. ഇവിടെ 3D വരുന്നുണ്ട് അല്ലേ? ഓക്കെ, സോ 4S കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതാ ഫിൽ ചെയ്യേണ്ടത്? 3D. ദെൻ അത് കഴിഞ്ഞിട്ട് ആര് വരുന്നുണ്ട്? 4P അല്ലേ? സോ 1S 2S 2P 3S 3P then 4S, അത് കഴിഞ്ഞ് 3D then 4P. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ഓർഡർ. ഈ ഓർഡർ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. ഇത് അങ്ങനെ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. സിമ്പിൾ ആയിട്ട് ഈ ഒരു ബൂമറാങ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ഇലക്ട്രോണുകൾ ഫിൽ ചെയ്യാം. ഇലക്ട്രോണുകൾ എങ്ങനെയാണ് സജ്ജീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഏറ്റവും ചെറിയ ആറ്റമായിട്ടുള്ള ഹൈഡ്രജനിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. I am starting from hydrogen. It is the first element in the periodic table. നമ്മളെ ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ ആളാണ് ഹൈഡ്രജൻ. ആ ഹൈഡ്രജനിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിനു മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ അറ്റോമിക് നമ്പർ ആദ്യത്തെ ഒരു 20 എലമെന്റ്സിന്റെ മൂലകങ്ങളുടെ അറ്റോമിക് നമ്പർ എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഹൈഡ്രജൻ മുതൽ കാൽഷ്യം വരെയുള്ള എലമെന്റ്സിന്റെ ആറ്റോമിക് നമ്പർ നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഇലക്ട്രോൺസ് വിന്യസിക്കാൻ കൃത്യമായിട്ട് പറ്റും. അപ്പൊ ആ ഓർഡർ നിങ്ങൾ പഠിച്ചെടുക്കുക. എന്താണ് ഓർഡർ? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, സൾഫർ, ഫോസ്ഫറസ്, ക്ലോറിൻ 4 8 13 4 17, ദെൻ ആർഗൺ, പൊട്ടാസ്യം, കാൽഷ്യം. ഈ 20 1 മുതൽ 20 വരെ ആറ്റോമിക് നമ്പർ വരുന്ന ഈ മൂലകങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്തിരിക്കണം. അതറിഞ്ഞാൽ നമുക്ക് ഈ പാഠം, നോട്ട് ഓൺലി ദിസ് ചാപ്റ്റർ, നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങളിൽ നിങ്ങൾക്ക് ഇത് ഗുണം ചെയ്യുന്ന ഒരു സാധനമായിരിക്കും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 അല്ലേ? സിലിക്കൺ, ഫോസ്ഫറസ്, ഓക്സിജൻ, ഫോസ്ഫറസ് ആണ് ഇവിടെ വരിക. 15th ആയിട്ട് ഫോസ്ഫറസ്, ദെൻ സൾഫർ. ഓക്സിജൻ ഫാമിലിയിൽ വരുന്ന ആളാണ് സൾഫർ. അപ്പൊ നിങ്ങൾ ഫാമിലിയൊക്കെ ഈ പാഠം കഴിയുമ്പോൾ നിങ്ങൾക്ക് വിശദമായി പഠിക്കാൻ പറ്റും. 14ാം ഗ്രൂപ്പിലാണ് ഇത് വരുന്നത്. 15 16 17 18 19. അപ്പൊ ഈ ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഷെൽ കോൺഫിഗറേഷൻ ഒക്കെ വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും.
അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായി പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇനി പറയാൻ പോകുന്ന സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 1 to 20 എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ ആണിത്, കറക്റ്റ് ഓർഡർ ആണ്. ഈ ഓർഡർ പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സബ്ഷെല്ലുകൾക്കകത്ത് എങ്ങനെയാണ് ഇലക്ട്രോണുകൾ ഫിൽ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. സോ അത് നമ്മൾ അടുത്ത സെഷനിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. സോ ഇത് നന്നായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. താങ്ക് യു.